മധ്യപ്രദേശിലെ ഇൻഡോറിൽ 40-കാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടുക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്ത്. ഇൻഡോർ എയറോഡ്രോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന സുമിത്ര ചൗഹാൻ എന്ന യുവതിയുടെ മരണം സ്വാഭാവികമല്ലെന്നും ഭർത്താവ് ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്നും പോലീസ് കണ്ടെത്തി. കേസിൽ ഭർത്താവ് മാധവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലളിതമായ ഒരു അപകട മരണമെന്ന് കരുതിയ കേസ് സങ്കീർണമായ ഒരു കൊലപാതക കഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുടുംബാംഗങ്ങളെയും പോലീസിനെയും ഒരുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ മാധവ് തുടക്കത്തിൽ ശ്രമിച്ചുവെങ്കിലും ശാസ്ത്രീയമായ അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവന്നു. കഴിഞ്ഞ 8 വർഷമായി ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി മാധവ് നൽകിയ മൊഴി ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 8 വർഷമായി താനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭാര്യ വിസമ്മതിച്ചിരുന്നുവെന്നും ഇതേ ചൊല്ലി വീട്ടിൽ നിത്യവും വഴക്കുകൾ പതിവായിരുന്നുവെന്നും മാധവ് പോലീസിനോട് പറഞ്ഞു. ശാരീരികമായ അകൽച്ച മാധവിനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ജനുവരി 9 രാത്രിയും സമാനമായ രീതിയിൽ ദമ്പതികൾക്കിടയിൽ തർക്കമുണ്ടായി. മാധവ് ഭാര്യയെ ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചുവെങ്കിലും സുമിത്ര വഴങ്ങിയില്ല. ഈ തർക്കം രൂക്ഷമായതോടെ പ്രകോപിതനായ മാധവ് സുമിത്രയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിനൊടുവിൽ ശ്വാസം മുട്ടിച്ചാണ് ഇയാൾ ഭാര്യയുടെ ജീവൻ എടുത്തതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊലപാതകം നടന്നതിന് പിന്നാലെ ഇതൊരു അപകടമാണെന്ന് വരുത്തി തീർക്കാൻ മാധവ് നാടകം കളിച്ചു. ഭാര്യയ്ക്ക് രക്തസമ്മർദ്ദം പെട്ടെന്ന് വർദ്ധിച്ചുവെന്നും തുടർന്ന് കുഴിഞ്ഞു വീണ് തലയിടിച്ചാണ് മരണം സംഭവിച്ചതെന്നുമാണ് ഇയാൾ ബന്ധുക്കളോടും അയൽവാസികളോടും പറഞ്ഞത്. ഉടൻ തന്നെ മൃതദേഹം ഇൻഡോറിലെ ഗവൺമെന്റ് മഹാരാജ യശ്വന്ത്റാവു ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആശുപത്രിയിൽ എത്തിയപ്പോഴും ഇയാൾ ഇതേ കള്ളം ആവർത്തിച്ചു. സുമിത്ര പെട്ടെന്ന് ബോധരഹിതയായി വീഴുകയായിരുന്നുവെന്നും താൻ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് മാധവ് പോലീസിനോട് ആദ്യം പറഞ്ഞത്. എന്നാൽ സുമിത്രയുടെ ശരീരത്തിലെ പാടുകളും മാധവിന്റെ അസ്വാഭാവികമായ പെരുമാറ്റവും പോലീസിൽ സംശയമുണ്ടാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ റിപ്പോർട്ടാണ് കേസിലെ വഴിത്തിരിവായത്. സുമിത്രയുടെ മരണം തല ഇടിച്ചതുകൊണ്ടല്ല, മറിച്ച് ശ്വാസം മുട്ടിയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കഴുത്തിന് ചുറ്റും ബലപ്രയോഗം നടന്നതിന്റെ അടയാളങ്ങളും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. ഇതോടെ മാധവ് പറഞ്ഞ വീഴ്ചയുടെ കഥ പച്ചക്കള്ളമാണെന്ന് പോലീസിന് ബോധ്യമായി. തുടർന്ന് മാധവിനെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഇയാൾക്ക് പലതവണ മൊഴികൾ മാറ്റേണ്ടി വന്നു. ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ പതറിപ്പോയ പ്രതി ഒടുവിൽ സത്യം സമ്മതിക്കുകയായിരുന്നു. ശാരീരിക ബന്ധം നിഷേധിച്ചതിലുള്ള പകയിൽ താൻ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തി. ദീർഘകാലമായി നീറിപ്പുകഞ്ഞ ദാമ്പത്യ കലഹമാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. ഈ ക്രൂരകൃത്യത്തിലൂടെ 2 മക്കൾക്കാണ് തണൽ നഷ്ടപ്പെട്ടത്. അമ്മ കൊല്ലപ്പെടുകയും അച്ഛൻ കൊലക്കേസിൽ ജയിലിലാവുകയും ചെയ്തതോടെ മക്കളുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. കുറ്റകൃത്യത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതാണ് ഈ കുടുംബ പശ്ചാത്തലം. പ്രതി മാധവിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വീട്ടിൽ നടന്ന ബലപ്രയോഗത്തിന്റെ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇൻഡോറിലെ സാധാരണക്കാരായ ജനങ്ങളെ ഞെട്ടിച്ച ഒരു വാർത്തയായി ഇത് മാറിക്കഴിഞ്ഞു. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമപരമായ വഴികൾ തേടുന്നതിന് പകരം നിയമം കയ്യിലെടുക്കുന്ന പ്രവണതയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് ഈ സംഭവം നൽകുന്നത്. കേസിൽ കൂടുതൽ സാക്ഷികളെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം.